നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീവിയസ് ഡാറ്റ, അതായത് ടെക്നിക്കൽ അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റ് ഡാറ്റ വേണം. അത് ഏത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഏത് മാർക്കറ്റ് സ്റ്റൈൽ യൂസ് ചെയ്താലും നിങ്ങൾക്ക് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ ടു സ്വിംഗ് ഹൈ സ്വിംഗ് ലോ സ്വിംഗ് ഹൈ സ്വിംഗ് ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ ആ പാസ്റ്റ് ഡാറ്റ മാർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു എൻട്രി നിങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പം അതും ലാഗിങ് അല്ലേ? അപ്പോൾ നിങ്ങളും അവിടെ ചെയ്യുന്നത് ലാഗിങ് തന്നെയാണ്. അതായത് മാർക്കറ്റിൽ ലാഗിങ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഒരു പ്രീവിയസ് അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റ നോക്കി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് തരും. നമ്മളൊരു EMA അല്ലെങ്കിൽ മൂവിംഗ് ആവറേജ് ഒക്കെ ആഡ് ചെയ്ത് വെക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇതെല്ലാം ആഡ് ചെയ്ത് വെക്കുമ്പോഴത്തേനും ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മുൻകൂറായിട്ട് ഒരു ഐഡിയ കിട്ടി അതിതാണ്, പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. മറ്റേത് എന്താണ്, നിങ്ങളിതെല്ലാം ആദ്യം തൊട്ട് എല്ലാം കണ്ടുപിടിച്ച് വരണം. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു എളുപ്പമാക്കുന്ന വഴിയാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടാഴില്ല, അല്ലെങ്കിൽ വേറെ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്താൽ മാത്രമേ പ്രോഫിറ്റ് കിട്ടുള്ളൂ, SMC യൂസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി ഒരു EMA ക്രോസ് ഓവർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. അതല്ല നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ ആണ് പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. അവിടെ എന്താണ് കറക്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂളല്ല, അത് എത്ര നാൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത്.